ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ട്രാവൽ കാരണം അത് വരാൻ 16 മിനിറ്റ്സ് എടുക്കും എന്നാണ് അവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ അതിൽ ലേറ്റ് ആവും, മനസ്സിലാവും. പതിവില്ലാതെ സൂര്യനൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ട് 1 മന്തായി. അപ്പോൾ ഞാനോർത്തു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് കുറേ നോക്കി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു തവണ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു, ചിക്കൻ ബിരിയാണി. അട്ട ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അടുത്തൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, പക്ഷേ സൗത്ത് ഇന്ത്യൻ കേട്ടപ്പോൾ പോയി നോക്കാൻ വിചാരിച്ചു. മസാല ദോശയൊക്കെ ഉണ്ട് കേട്ടു. സാമ്പാറൊക്കെ കഴിച്ചിട്ട് മാസം ഒന്നായി. ഇങ്ങനെ കൊതി വരികയാണ് കേസ്. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കതങ്ങനെ ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ തിന്നുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി സാമ്പാറൊക്കെ കിട്ടിയെങ്കിൽ സ്വർഗം കിട്ടിയ സന്തോഷം പോലെയാണ് തോന്നുക. അപ്പോൾ ഞാൻ അവിടേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ട്രാം കയറിയിട്ട് കാണാം ഗൈസ്. ഞാൻ അടുത്ത ബാനറിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത ട്രാവൽ കയറണം. അത് വരാൻ 16 മിനിറ്റ്സ് എടുക്കും എന്നാണ് അവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ അതിൽ ലേറ്റ് ആവും, ചിലപ്പോൾ അത് ക്യാൻസലാവും, അറിയില്ല. വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ട്രാം എത്തുന്നതിന് മുന്നേ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറി പോകാം. ബസ്സിൽ കയറി 8 സ്റ്റോപ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞാൻ അവിടെ ഇറങ്ങി. ഇവിടുന്ന് 3 മിനിറ്റ് എന്തോ നടക്കാനുള്ളൂ എന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. സത്യമാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ ആദ്യം. പതിവില്ലാതെ സൂര്യനൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ അവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടത് പോയി സൂര്യനൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് നടക്കാം. അവിടെ എവിടെയാണ് ആ സംഭവം എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ ആ സ്പോട്ട് കണ്ടുപിടിച്ചു. ഇത്രയും നേരം നടന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ കയറി നോക്കാം. ഇത് ഓപ്പൺ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഓർഡർ ചെയ്ത ഫിൽറ്റർ കോഫി മസാല ദോശ എത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ബ്രിമൻ സിറ്റിയിലുള്ളവർക്കൊക്കെ ഇത് വന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൊള്ളാം, നല്ല ടേസ്റ്റാണ് ഗൈസ്. ഫിൽറ്റർ കോഫി കുടിച്ചപ്പോൾ ശരിക്കും നാട്ടിലെത്തി ഫീൽ ആയിരുന്നു ഗൈസ്. കറക്റ്റ് നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ അല്ലെങ്കിൽ വൃന്ദാവനിലൊക്കെ പോയി കഴിക്കില്ലേ, അതേ ഫീൽ ആയിരുന്നു. അപ്പോൾ എനിക്ക് ടോട്ടൽ €10.92 ആയിട്ടുള്ളത്. ഞാനപ്പോൾ അത് എത്ര ഇന്ത്യൻ മണിയാണെന്ന് സ്ക്രീനിൽ കാണിക്കാതെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം ഇവിടെ
ഇത്ര നല്ല ഫുഡെങ്കിലും കിട്ടാറിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വന്നിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ അടുത്ത് തന്നെ വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇത്ര ഒരു മലബാർ റെസ്റ്റോറൻറ്റ്. അവിടുത്തെ ബിരിയാണിയൊക്കെ നല്ലതാണ് പറഞ്ഞു. അപ്പം ഞാൻ ലൊക്കേഷനൊക്കെ ചോദിച്ച് എല്ലാ കടേൻ്റെ പേരൊക്കെ ചോദിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ എന്തുവാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നെക്സ്റ്റ് ടൈം വരണം. ബിരിയാണി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം ആ ട്രൈ ചെയ്യാൻ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുന്നതാണ്. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. അപ്പോൾ മസാല ദോശ സാമ്പാറൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരോടെ വരിക. മസാല ദോശ, ഇഡ്ഡലി, സകലമായ സാധനം നമ്മൾ നാട്ടിൽ സരവണ ഭവനിലൊക്കെ പോകുമ്പോൾ, ഉടുപ്പി ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ എങ്ങനത്തെയൊക്കെ ഫുഡ്സ് ആയിരിക്കുമോ അതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ പോവാണ്. എന്തായാലും മനസ്സും വയറൊക്കെ നിറഞ്ഞ് കൃതാർത്ഥയായി. ബൈ ബൈ.